കുറവായിരുന്നു. അതാണ് അശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കർണാടകയിലെ ധർമ്മസ്ഥലത്തേക്ക് പോവുകയാണ്. ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയെക്കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് കേരള വിഷൻ ന്യൂസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു തുടർ വാർത്ത ഉണ്ടായിരിക്കുകയാണ്. ധർമ്മസ്ഥല കൊലപാതക പരമ്പര ആരോപണത്തിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിലേക്ക് തിരിച്ചിരിക്കുന്നു. ജോസഫ് അഗസ്റ്റിൻ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ചേരുന്നു. ജോസഫ് അഗസ്റ്റിൻ, ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുപ്പ് ഇപ്പോൾ പൂർത്തിയായ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിലേക്ക് തിരിച്ചിട്ടുണ്ടല്ലോ. ഈ മൃതദേഹങ്ങളുടെ സാന്നിധ്യം അറിയാൻ ഏതെങ്കിലും രീതിയിലുള്ള പരിശോധനകൾ അവർ നടത്താൻ പോകുന്നുണ്ടോ? ഈ ധർമ്മസ്ഥലയിലെ നിർണായക നീക്കങ്ങളുമായി SIT സംഘം മുന്നിട്ടിറങ്ങുകയാണ്. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വിശുദ്ധമായ മൊഴി ഇന്നലെയും ഇന്നുമായി രേഖപ്പെടുത്തിയിരുന്നു. ഏകദേശം 15 മണിക്കൂറോളം നീണ്ട ആ മൊഴിയെടുപ്പിലാണ് ഇത്തരത്തിൽ SIT സംഘം ഈ ശുചീകരണ തൊഴിലാളിയിൽ നിന്ന് എടുത്തത്. ഇതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ മണ്ണ് കുടിച്ച് പരിശോധന വേണ്ട എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ SIT എടുത്തിരിക്കുന്നത്. അതിന് പകരം ഇത്തരത്തിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത്തരത്തിൽ മനുഷ്യന്റെ സാന്നിധ്യമോ കണ്ടെത്താൻ സഹായിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധന എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ധർമ്മസ്ഥലയിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ വാക്ക് വിശ്വാസത്തിലെടുത്തിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മൃതദേഹങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയുകയും അതിനുശേഷം വിദഗ്ധമായ സംഘത്തെ ഉൾപ്പെടുത്തി ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടിയാണ് SIT സംഘം ആദ്യം പരിഗണിക്കുക. ഈ പ്രദേശത്ത്, അതായത് ഈ ക്ഷേത്രത്തിന് സമീപത്തായി 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഈ കുഴിച്ചിട്ട പ്രദേശത്തേക്ക് ആളുകളുടെ പ്രവേശനം 200 മീറ്റർ അകലെ വെച്ച് തടയുമെന്നും ഈ SIT സംഘം വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് ആരെയും ഈ പ്രദേശത്തേക്ക് കടത്തിവിടില്ല എന്നാണ് അവർ പറയുന്നത്. SIT സംഘത്തിലെ ഉദ്യോഗസ്ഥർ, സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ, ശുചീകരണ തൊഴിലാളി, പോലീസ് ഉദ്യോഗസ്ഥർ, ഇത്രയും ആളുകളെ മാത്രമേ കടത്തി വിടുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മൃതശരീരങ്ങൾക്ക് ഒരു കേടുപാടും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആദ്യം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഭാഗങ്ങൾ അവിടെ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മൊഴിയെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ SIT സംഘം ധർമ്മസ്ഥലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ലഭിച്ച മറ്റ് പരാതികൾ കൂടിയുണ്ട്. ആ പരാതികളെല്ലാം ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് SIT സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. SIT സംഘം ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അത് വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കാൻ കർണാടക സർക്കാരിനോട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടും. നാളെയോ മറ്റന്നാളോ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. 20 പേരടങ്ങുന്ന സംഘം അതിവിപുലമായിട്ടാണ് ഈ അന്വേഷണം നടത്തിക്കൊണ്ടുവരുന്നത്. എല്ലാ പരാതികളും പരിശോധിച്ച്, എല്ലാ തിരോധാനങ്ങളും പരിശോധിച്ച്, അത്തരത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ക്യാമ്പ് ഹൗസുകൾ അടക്കം ക്രമീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധനയും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വിപുലമായ ഒരു അന്വേഷണത്തിലൂടെ സാങ്കേതിക വിദ്യ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് തെളിവുകളൊന്നും നശിക്കാത്ത രീതിയിൽ അതിവിദഗ്ധമായി തന്നെയാണ് ഈ SIT സംഘം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇരകൾക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ, അയാൾ നൽകിയിരിക്കുന്ന തെളിവുകൾ, അത് പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാളെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബനേഷ്, ശരി. ധർമ്മസ്ഥല കൊലപാതക പരമ്പര ആരോപണത്തിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം അതിൻ്റെ അടിസ്ഥാനത്തിൽ ധർമ്മസ്ഥലയിലേക്ക് തിരിച്ചിരിക്കുന്നു. മൃതദേഹങ്ങളുടെ സാന്നിധ്യം അറിയാൻ സാങ്കേതിക പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ നടത്തും എന്ന് ജോസഫ് അഗസ്റ്റിൻ റിപ്പോർട്ട് ചെയ്യുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൻ്റെ മറവിൽ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ സംസ്ഥാന സർക്കാർ ശക്തമായി അപലപിക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി.
വിദ്യാഭ്യാസ മേഖലയെ ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിൻ്റെയോ രാഷ്ട്രീയ അജണ്ടയുടെയോ വരുതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ല. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യവും മതേതരവുമാകണം. ചില സംഘടനകൾ അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ നയങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് ആശങ്കാജനകമാണെന്ന് മന്ത്രി പറഞ്ഞു. എറണാകുളത്ത് RSS മേധാവി മോഹൻ ഭാഗവത് നേതൃത്വം വഹിക്കുന്ന ജ്ഞാന